കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ച് പറയട്ടാ. ഇത് നിങ്ങളെ വർത്തമാനം കേട്ടായിരുന്നു ഗൾഫ് രാജ്യം മൊത്തം കത്തിച്ച് നശിച്ചിരിക്കണെന്ന്. ഞാൻ മേലൊക്കെ വാങ്ങിയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ചന്ദ്രൻ വരെ മേഘത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർ ചോദിച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല. യുദ്ധം നടന്നതിന് മറ്റുള്ള ആൾക്കാർ സൗദികൾക്ക് അറിയണില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഫുള്ള് അടിച്ചിറക്കുകയാണ്. അമേരിക്കൻ്റെ മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടിട്ട് എന്നല്ലാണ്ട് സാധാരണ ജനങ്ങൾ വാർക്കിലോടത്തൊന്നും ഇറാൻ എവിടെയും കൊണ്ടിട്ടിട്ടില്ല. കുറച്ചിട്ട് പറഞ്ഞാണ്ടി. ഇതുള്ള പ്രവാസികളെ നാട്ടിലുള്ള കുടുംബക്കാരെ ബേജാറാക്കാൻ വേണ്ടിയിട്ട്. പ്രവാസികൾക്ക് എന്ത് പേടി? ഇന്നും രാവിലെ എണീച്ച് ഡ്യൂട്ടിക്ക് പോണ്, വൈകുന്നേരം തിരിച്ചുതന്നെ. ഇന്നും അതേമാതിരി തന്നെ പോയി വരണേ. മുകളിലൊന്നും ഉണ്ടാവും, ഒന്നുമില്ല. ഒരു മേഘം മാത്രമുണ്ട്. റോട്ടിൽ സാധാ ജനങ്ങൾ എന്നും പോകണം അതേമാതിരി തന്നെ എന്നും പോയി വന്നുകൊണ്ടിരിക്കണം. കേരളത്തിലാണ് യുദ്ധം നടക്കണമെന്ന് തോന്നുന്നു. മത്സരമാണ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ യുദ്ധം അവിടെ പൊട്ടി ഇവിടെ എവിടെ പൊട്ടണ എവിടെയും പൊട്ടിയിട്ടില്ല. കുറച്ച് സ്ഥലത്ത് ഇറാൻ കൊണ്ടിട്ട് ഇറാനിൽ കത്തിച്ചപ്പോൾ അവരെ അമേരിക്കൻ്റെ മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാതെ ഗൾഫ് രാജ്യം മൊത്തം അങ്ങോട്ട് എറിഞ്ഞ് തൂഫാനാക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിലും പ്രവാസികൾക്ക് എന്ത് യുദ്ധമാണ്? അവനാൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും മക്കളെയും ഭാര്യനെയും കുടുംബക്കാരെയും സ്നേഹിതന്മാരൊക്കെ വിട്ടാണ്ട് ഇവിടെ കാലക്കാലം ഇവിടെ നിൽക്കില്ലേ. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് അവിടെയും ഇവിടെയൊക്കെ പൊട്ടിക്കോളും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. നിങ്ങൾ പറഞ്ഞ മാതിരി മൊത്തത്തിലൊന്നുമില്ല. ഞാൻ നിൽക്കുന്ന ഏരിയ ഒന്നും അറിഞ്ഞിട്ടും പാടില്ല ഇതുള്ളത്. ഒന്ന് കുറച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടി സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക.